Good afternoon. Good afternoon, teacher. Good afternoon, Miss. ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഓക്കെ, ഇനിയിപ്പോ ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്തോട്ടെ. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ബ്ലഡിലെ കമ്പോണൻസ് പറഞ്ഞു നിർത്തി അല്ലേ? ഓർക്കണ്ടോ? കുറച്ച് ദിവസമായി അല്ലെ, ഒരാഴ്ചയായി നമുക്ക് ക്ലാസ്. കഴിഞ്ഞ ആഴ്ചയല്ലായിരുന്നോ കിട്ടിയത്? കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത്. കമ്പോണൻസ് ഓഫ് ബ്ലഡിലെ കമ്പോണൻസ് ഘടകങ്ങളാണ് പറഞ്ഞത്. അതിനകത്ത് എത്ര ഘടകങ്ങളുണ്ടെന്നാ പറഞ്ഞേ? ഓർക്കണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ കയറി ആരും ഉണ്ടായിരുന്നില്ലേ? എത്ര ഘടകങ്ങളുണ്ട്? എത്ര കമ്പോണൻസ് ഉള്ള? 4 ഘടകങ്ങൾ. അതായത് പ്ലാസ്മയും ബ്ലഡ് സെൽസും. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്മയും ബ്ലഡ് സെൽസും ഉണ്ട്, രക്തകോശങ്ങളും പ്ലാസ്മയും. അതിനകത്ത് രക്തകോശങ്ങളെയാണ് നമ്മൾ 3ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. അപ്പൊ നമുക്ക് കമ്പോണൻസ് വെച്ച് 4 കമ്പോണൻസ് ആണ് പറയാം, തെറ്റില്ല. ഓക്കെ, ഏതൊക്കെയാണ് ബ്ലഡിലെ കമ്പോണൻസ് ഘടകങ്ങൾ ചോദിച്ചാൽ പ്ലാസ്മ, ബ്ലഡ് സെൽസ്, രക്തകോശങ്ങളും ആണ് ബ്ലഡിലെ കമ്പോണൻസ്. ആ രക്തകോശങ്ങളെ നമ്മൾ വീണ്ടും 3ആയിട്ട് തിരിച്ച്: അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാസ്മയുടെ പറഞ്ഞായിരുന്നു. പ്ലാസ്മ പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് ബ്ലഡ് സെൽസ് പറയാനുള്ളത്. പ്ലാസ്മ എന്ന് പറഞ്ഞ ബ്ലഡിലുള്ള ദ്രാവക ഭാഗമാണ് പ്ലാസ്മ, അല്ലെ? ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഇൻ വിച്ച് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ആർ സസ്പെൻഡഡ്. അതിനകത്താണ് വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ആണ്, രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. അതിനകത്താണ് RBCയും WBCയും പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് അടുത്തത് നോക്കാം, രക്തകോശങ്ങൾ. ഇന്ന് നമ്മൾ നോക്കുന്നത് രക്തകോശങ്ങള്, ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡ് സെൽസ് നമുക്ക് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള രക്തകോശങ്ങളാണ് ഉള്ളത്. അരുണ രക്താണുക്കൾ, എറിത്രോസൈറ്റ്. അതിന്റെ സയന്റിഫിക് നെയിമും കൂടി അതിന്റെ ഒപ്പം പഠിച്ചു പോവുക. അരുണ രക്താണുക്കൾ, RBC. ഒന്നാമത്തെയാണ് അരുണ രക്താണുക്കള്, RBC. അതിന്റെ സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ്. ERYTHROCYTES, എറിത്രോസൈറ്റ്. രണ്ടാമത്തെയാണ് ശ്വേതരക്താണുക്കൾ, WBC. ശ്വേതരക്താണുക്കൾ, WBC. അതിന്റെ സയന്റിഫിക് നെയിം ആണ് ലൂക്കോസൈറ്റ്, LEUCOCYTES, ലൂക്കോസൈറ്റ്സ്. നെക്സ്റ്റ് തേർഡ് ആണ് പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റ് അതിന്റെ സയന്റിഫിക് നെയിം ആണ് ത്രോംബോസൈറ്റ് എന്ന്. THROMBOCYTES, ത്രോംബോസൈറ്റ്സ്. അപ്പൊ ബ്ലഡ് സെൽസ്, രക്തകോശങ്ങൾ 3 ഉണ്ട്: അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. അരുണ രക്താണുക്കളെ പറയുന്ന RBC, ശ്വേതരക്താണുക്കളെ WBC എന്ന് പറയും. പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇനി അതിന്റെ സയന്റിഫിക് നെയിമും കൂടി നമ്മൾ അതിന്റെ ഒപ്പം പറഞ്ഞു. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെയാണ് അരുണ രക്താണുക്കൾ. സയന്റിഫിക് നെയിം എന്താ പറഞ്ഞത് നമ്മള്? സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്സ്. വെരി ഗുഡ്, എറിത്രോസൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ആദ്യം നോക്കി വെക്കണം, എറിത്രോസൈറ്റ്സ്. ഇതിന്റെ ഫംഗ്ഷൻ, ഈ ബ്ലഡിലുള്ള ഈ RBCയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ രക്തത്തിലേക്ക്, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലും ഓക്സിജൻ എത്തിക്കുക. അതാണ് ഫംഗ്ഷൻ. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ എത്തിക്കുക. ഓക്സിജൻ സപ്ലൈ, ദ സെൽ ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജനെ സപ്ലൈ ചെയ്യുക, ഓക്സിജൻ എത്തിക്കുക എന്നതാണ് ഈ RBCയുടെ ധർമ്മം. സയന്റിഫിക് നെയിം നമ്മൾ പറഞ്ഞു, എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നു. ഈ ഹീമോഗ്ലോബിൻ, ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് RBCയിലാണ്. റെഡ് ബ്ലഡ് സെൽസ്, RBCയിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്.
രക്തത്തില് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തകോശമാണ് RBC. അത് നോട്ട് ചെയ്യണം. ഏറ്റവും കൂടുതലായി ബ്ലഡില് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ബ്ലഡ് സെല്ലാണ് RBC എന്ന് പറയുന്നത്. റെഡ് ബ്ലഡ് സെൽസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് അരുണ രക്താണുക്കളാണ്. ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ആയുസുള്ള രക്തകോശം അരുണ രക്താണുക്കളാണ്. അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്. 120 ദിവസമാണ് ആയുസ്. 120 ദിവസം 120 days. ഏറ്റവും കൂടുതൽ ആയുസുള്ള രക്തകോശമാണ് അരുണ രക്താണുക്കൾ. രക്തത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന രക്തകോശമാണ്. അതിന്റെ ഫംഗ്ഷൻ എന്താ പറഞ്ഞേ? ഓക്സിജൻ സപ്ലൈ ചെയ്യുക, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജനെ എത്തിക്കുക എന്നതാണ് RBCയുടെ ധർമ്മം. സയന്റിഫിക് നെയിം നമ്മൾ പറഞ്ഞു എറിത്രോസൈറ്റ്സ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണെന്ന് പറഞ്ഞു. എത്രയാണ്? 120 days ആണ് ആയുസ്. ഒരു മില്ലിമീറ്റർ രക്തത്തില് 45 മുതൽ 60 ലക്ഷം വരെ RBC കാണപ്പെടുന്നുണ്ട്. ഒരു mm ബ്ലഡില് 45 മുതൽ 60 ലക്ഷം RBC കാണപ്പെടുന്നു. ഇനി ഇതാണ് നമ്മുടെ ബ്ലഡില് RBCയുടെ അളവ്. RBCയുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. രക്തത്തിൽ അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. POLYCYTHEMIA പോളിസൈത്തീമിയ. ഇൻക്രീസ് ദ അബ്സല്യൂട്ട് RBC മാസ് ഇൻ ദ ബോഡി. RBCയുടെ എമൗണ്ട് കൂടുന്നു. രക്തത്തിലെ അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. ഇനി ബ്ലഡിലുള്ള അരുണ രക്താണുക്കളുടെ ഉൽപാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. അനീമിയ അല്ലെങ്കിൽ വിളർച്ച, മലയാളത്തിൽ വിളർച്ച എന്ന് പറയും. അനീമിയ. RBCയുടെ ഉൽപാദനം കൂടിക്കഴിഞ്ഞാൽ പോളിസൈത്തീമിയ. RBCയുടെ ഉൽപാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ, വിളർച്ച. ബ്ലഡ് ഡസന്റ് ഹാവ് ഇനഫ് ഹെൽത്തി RBC. ആവശ്യത്തിനുള്ള ബ്ലഡില് RBC ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്, ആ ഒരു കണ്ടീഷൻ, അതിനാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത്. പിന്നെ ഇത് പറയുമ്പോ ഒരു അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന പ്ലീഹയാണ്. അതും കൂടി അതിന്റെ ഒപ്പം ഒന്ന് നോട്ട് ചെയ്യണം. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് പ്ലീഹ. പ്ലീഹ. ഈ മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന ഈ പ്ലീഹയാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത്, ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ ഈ മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്ന പ്ലീഹയാണ്. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. അത് ഏതോ PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇയർ ഞാൻ ഓർക്കുന്നില്ല. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ. ഈ പ്ലീഹനെ തന്നെയാണ് മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെയാണ് WBC, ശ്വേത രക്താണുക്കൾ. WBC സയന്റിഫിക് നെയിം എന്താ നമ്മൾ പറഞ്ഞേ? ല്യൂക്കോസൈറ്റ്. ലൂക്കോസൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. LUCOCYTES ലൂക്കോസൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്ന സയന്റിഫിക് നെയിം. ഇത് നമ്മൾ ഈ അരുണ രക്ത RBCനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആയുർദൈർഘ്യം 10 മുതൽ 15 ദിവസം വരെ ആയുസ് ഉണ്ടാവുള്ളൂ. 10 to 15 days ആണ്. ഇതിന്റെ ഏറ്റവും ഈ WBCയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേത രക്താണുക്കളാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുക, ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേത രക്താണുക്കളാണ്. ദ സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഹെൽപ്പ് ടു ഇമ്മ്യൂൺ പ്രോസസ്. ഇമ്മ്യൂൺ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നു. രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേത രക്താണുക്കളാണ്.
ഫംഗ്ഷൻ നോക്കണം. സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഹെൽപ്പ് ടു ഇമ്മ്യൂൺ പ്രോസസ്. ഇനി അത് നമ്മള് WBC പറയുമ്പോൾ ശരീരത്തിലെ പോരാളി, പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് WBC ആണ്. ശരീരത്തിലെ പോരാളി, ഡിഫൻസ്, പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് WBC. അത് രോഗപ്രതിരോധ ശേഷി നൽകാണ്, ഇമ്മ്യൂണിറ്റി നൽകാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ പോരാളി, പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന WBC ആണ്. ഇത് 1 മില്ലി രക്തത്തില് ശ്വേതരക്താണുക്കളുടെ എണ്ണം 5000 മുതൽ 10000 വരെയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. 5000 മുതൽ 10000 വരെയാണ്. നമ്മള് ഈ RBCയുടെ പറഞ്ഞത് 45 മുതൽ 60 ലക്ഷം എന്ന് പറഞ്ഞത്. ഇവിടെ അതിന് വെച്ച് നോക്കുമ്പോൾ ഇത് കുറവാണ്. 5000 മുതൽ 10000 വരെയാണ് 1 മില്ലി രക്തത്തിലെ ശ്വേതരക്താണുക്കളുടെ എണ്ണം. മർമ്മമുള്ള ഒരേ ഒരു രക്തകോശമാണ് WBC. അപ്പൊ RBCക്ക് മർമ്മമില്ല കേട്ടോ. അതും കൂടി, മർമ്മമില്ലാത്ത രക്തകോശമാണ് RBC. ന്യൂക്ലിയസ്. മർമ്മമുള്ള ഒരേ ഒരു രക്തകോശമാണ് WBC. ഇനി ബ്ലഡില് WBCയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ. WBC രക്തത്തില് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ. Caused by the rise in the number of WBC in your body. നമ്മുടെ ബോഡിയിൽ WBCയുടെ കൗണ്ട് കൂടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ. ഇനി നമ്മുടെ ശരീരത്തിലെ WBCയുടെ കൗണ്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. ലൂക്കോപീനിയ, LEUKOPENIA, ലൂക്കോപീനിയ. ലോ ലെവൽ ഓഫ് WBC ഇൻ യുവർ ബ്ലഡ്. നമ്മുടെ ബ്ലഡില് WBCയുടെ അളവ് കുറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന രോഗം ലൂക്കോപീനിയ. കൂടിക്കഴിഞ്ഞാൽ ലുക്കീമിയ. അത് രണ്ടും അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. ലുക്കോപീനിയെ, ലുക്കീമിയെ. ഇതാണ് WBCയുടെ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ടത്. ശ്വേതരക്താണുക്കള്, WBC ഏറ്റവും മെയിൻ ആയിട്ട് ഫംഗ്ഷൻ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുക. രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. സയന്റിഫിക് നെയിം ലൂക്കോസൈറ്റ് എന്നറിയപ്പെടുന്നു. ജീവിത ദൈർഘ്യം 10 മുതൽ 15 ദിവസം വരെയാണ്. ശരീരത്തിലെ പോരാളി, പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് WBC ആണ്. 1 മില്ലി ബ്ലഡില് 5000 മുതൽ 10000 വരെയും എണ്ണം ഉണ്ടാകും. മർമ്മമുള്ള ഒരേ ഒരു രക്തകോശം, ചോദിക്കാം, മർമ്മമുള്ള ഒരേ ഒരു രക്തകോശമാണ് WBC. ഈ WBC ബ്ലഡില് WBCയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ലുക്കീമിയ. കുറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. ലൂക്കോപീനിയ. ഇനി പ്രധാനപ്പെട്ട ശ്വേതരക്താണുക്കൾ നമുക്ക് 5 എണ്ണത്തിന് പഠിക്കാനുണ്ട്. അതില് ഓരോന്ന് ഞാൻ പറയാം, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പ്രധാനപ്പെട്ട ശ്വേതരക്താണുക്കള് ന്യൂട്രോഫിൽ. ഫസ്റ്റ് ആണ് ന്യൂട്രോഫിൽ. NEUTROPHILS, ന്യൂട്രോഫിൽ. NEUTROPHILS, ന്യൂട്രോഫിൽ. അടുത്തത് രണ്ടാമത്തെ ബേസോഫിൽ. BASOPHILS, ബേസോഫിൽ. ബേസോഫിൽ. നെക്സ്റ്റ് ഈസിനോഫിൽ. ഈസിനോഫിൽ. EOSINOPHILS, ഈസിനോഫിൽ. നെക്സ്റ്റ് മോണോസൈറ്റ്. MONOCYTS, മോണോസൈറ്റ്. നെക്സ്റ്റ് ആണ് ലിംഫോസൈറ്റ്. അഞ്ചാമത്തെ ലിംഫോസൈറ്റ്. LYMPHOCYTES, ലിംഫോസൈറ്റ്. LYMPHOCYTES. ഇപ്പൊ ഏതൊക്കെയാ ശ്വേതരക്താണുക്കൾ? ഏതൊക്കെയാ? 5 എണ്ണം ഏതൊക്കെയാ? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ, ഈസിനോഫിൽ,
ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, അങ്ങനെ 5 ശ്വേതരക്താണുക്കൾ, പ്രധാനപ്പെട്ട 5 ശ്വേതരക്താണുക്കളാണ്. ഇതില് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശ്വേതരക്താണു WBC ആണ് ന്യൂട്രോഫിൽ. അതിന്റെ നേരെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശ്വേതരക്താണു ന്യൂട്രോഫിൽ. ഇനി ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്ന ശ്വേതരക്താണുമാണ് ബേസോഫിൽ. ബേസോഫിൽ, BASOPHILS, ബേസോഫിൽ ആണ് ഏറ്റവും കുറവ്. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന WBC ആണ് ന്യൂട്രോഫിൽ. ഏറ്റവും കുറവ് ബേസോഫിൽ. ഇനി ഏറ്റവും വലിയ ശ്വേതരക്താണുവാണ് മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. ഏറ്റവും ചെറുത് ഏതായിരിക്കും? ഇസിനോഫിലാണോ? ലിംഫോസൈറ്റ്. ഞാൻ അതുമായിട്ട് മാച്ച് ചെയ്ത് പറഞ്ഞു കേട്ടോ. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംഫോസൈറ്റ്. അത് 4 അതിൽ നിന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. പ്രധാനപ്പെട്ട ശ്വേതരക്താണുക്കൾ 5 നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ന്യൂട്രോഫിൽ. ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്ന ശ്വേതരക്താണു ബേസോഫിൽ. ഏറ്റവും വലിയ ശ്വേതരക്താണു ആണ് മോണോസൈറ്റ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ആണ് ലിംഫോസൈറ്റ്. ഓക്കെ, ഏറ്റവും ചെറുത് ലിംഫോസൈറ്റ്. ഇനി നെക്സ്റ്റ് ബ്ലഡ് സെല്ലിനകത്ത് നമ്മളിപ്പോ RBC WBC പറഞ്ഞു. ഇനി പിന്നെ മൂന്നാമത്തെ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകള്. പ്ലേറ്റ്ലെറ്റുകള്. ഇതിന്റെ സയന്റിഫിക് നെയിം ത്രോംബോസൈറ്റ്. THROMBOCYTES, ത്രോംബോസൈറ്റ്. സയന്റിഫിക് നെയിം ആണ് ത്രോംബോസൈറ്റ്സ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ്, മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാല് ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റ്. ഹെൽപ് ദ ബ്ലഡ് ടു ക്ലോട്ട്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ, കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. ഇതിന്റെ ജീവിത ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 7 days ഉള്ളൂ. 7 days. RBCനെ WBCനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. എത്രയാണ്? 7 days. ഓക്കെ, 7 days. രക്തത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് പ്ലേറ്റ്ലെറ്റുകള്. ഇതിന് മർമ്മമില്ല, ന്യൂക്ലിയസ് ഇല്ല. മർമ്മമില്ലാത്ത കോശമാണ്. 1 milliliter രക്തത്തില് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1.5 മുതൽ 1.5 മുതൽ 3 ലക്ഷം വരെ ഉണ്ടാവും. 1.5 മുതൽ 3 ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റ് ഉണ്ടാകും. അതിനകത്ത് അപ്പൊ നമ്മളിപ്പോ 3 പറഞ്ഞതില് അതിനകത്ത് നോക്കണം, ന്യൂക്ലിയസ് ഉള്ള, മർമ്മമുള്ള ഒരേ ഒരു രക്തകോശം WBC ആണ്. RBCക്കും പ്ലേറ്റ്ലെറ്റിനും മർമ്മമില്ല. മർമ്മമുള്ള ഒരേ ഒരു രക്തകോശമാണ് WBC. അപ്പൊ നമ്മള് പ്ലേറ്റ്ലെറ്റ് പറഞ്ഞു. ഇത്രയും പോയിന്റ്സ് ആണ് അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ളൂ. പ്ലേറ്റ്ലെറ്റുകൾ, അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് അതിന്റെ ഫംഗ്ഷൻ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. രക്തത്തിലെ ഏറ്റവും ചെറിയ കോശം, മർമ്മമില്ലാത്ത കോശം. ആയുർദൈർഘ്യം 7 days ആണ്. സയന്റിഫിക് നെയിം ത്രോംബോസൈറ്റ് എന്നറിയപ്പെടുന്നു. ത്രോംബോസൈറ്റ്. 1 milliliter രക്തത്തില് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം 1.5 to 3 lakh. 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പൊ നമ്മുടെ ആ ബ്ലഡ് എന്നുള്ള ഒരു പോർഷൻ കഴിഞ്ഞു. പിന്നെ ഞാൻ ബ്ലഡ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം ക്ലാസ്സിൽ എടുത്തായിരുന്നു. ബ്ലഡ് ഗ്രൂപ്പുകൾ ഓരോ ടൈപ്പും, അതിന്റെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതും റിസീവ് ചെയ്യാൻ പറ്റുന്നതും, യൂണിവേഴ്സൽ ഡോണർ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, ഇതൊക്കെ ഞാനൊരു ക്ലാസ്സിൽ ബ്ലഡ് ഗ്രൂപ്പ് മാത്രം നിങ്ങൾക്ക് ഒരു ക്ലാസ് ഞാൻ തന്നായിരുന്നു. ഇത് എത്ര പേര് അറ്റൻഡ് ചെയ്തു കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും അത് എടുത്താണ്. അപ്പൊ ആ ഒരു പോർഷൻ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു ചെറിയ പോർഷൻ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെയുള്ളതാണ്. ബ്രെയിൻ ആണ് കേട്ടോ. അതിന്റെ ഓരോ പാർട്സുകളും, 5 ഭാഗങ്ങളും, 5 പാർട്സും ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും കൺഫ്യൂസിംഗ് ആണ്, അത് ചോദിക്കുന്നതുമാണ്.
അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് നമുക്ക് ഒന്നോടെ ഒന്ന് പറയാം. ഓക്കെ, ബ്രെയിൻ, മസ്തിഷ്കം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആന്തരിക അവയവമാണ് ബ്രെയിൻ. മനുഷ്യ ശരീരത്തില് ഏറ്റവും വലിയ രണ്ടാമത്തെ ആന്തരിക അവയവം. അപ്പൊ ഒന്നാമത്തെ ഏതാ? കരള്. ഓക്കെ, വെരി ഗുഡ്. ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ്, ലിവർ. കരളാണ് ഏറ്റവും വലിയ ആന്തരിക അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആന്തരിക അവയവമാണ് ബ്രെയിൻ. ആന്തരിക അവയവമാണ് കേട്ടോ, അത് നോക്കാം. ബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മസ്തിഷ്കത്തിന്റെ ശരാശരി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1400 ഗ്രാം ആയിരിക്കും. 1400 ഗ്രാമോളം വെയിറ്റ് ഉണ്ട്. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന ഫ്രിനോളജി. ഫ്രിനോളജി, PHRENOLOGY, ഫ്രിനോളജി. ശരാശരി ഭാരം 1400. മസ്തിഷ്കത്തെ കുറിച്ചുള്ള, ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫ്രിനോളജി, PHRENOLOGY. ഇനി നമ്മൾ ഈ തലയോട്ടിയില്, അതായത് സ്കള്ള്, മസ്തിഷ്കത്തെ സുരക്ഷിതമായി വെച്ചിരിക്കുന്ന, സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു പേടകത്തെയാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയം എന്ന് പറയുന്നത്. ക്രാനിയം, CRANIUM, ക്രാനിയം. തലയോട്ടിയില് മസ്തിഷ്കത്തെ സുരക്ഷിതമായിട്ട്, ആഘാതങ്ങളൊന്നും പറ്റാതെ സുരക്ഷിതമായിട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന, സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേടകത്തെയാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയം എന്ന് പറയുന്നത്. കപാലത്തിലെ എല്ലുകളുടെ എണ്ണം 8. അതൊന്ന് നോട്ട് ചെയ്തോ. കപാലത്തിലെ എല്ലുകളുടെ എണ്ണം 8 ആണ്. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ് ബ്രെയിൻ. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാളിയുണ്ട്, ആവരണം. അതിനാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. MENINGES, മെനിഞ്ചസ്. എത്ര ലെയറാ ഉള്ളേ? എത്ര ലെയറാ മെനിഞ്ചസ്? 3 ലെയർ. 3 ലെയർ. ഓക്കെ, വെരി ഗുഡ്. 3 ലെയർ ആണ്. 3 layers ഓഫ് മെംബ്രെയിൻ ആണ് മെനിഞ്ചസ്. മെനിഞ്ചസ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം. ആ ആവരണത്തിനെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മെനിഞ്ചസിന് 3 പാളികളുണ്ട്. 3 ലെയർ ആണുള്ളത്. മെനിഞ്ചസിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം, ആ ഫ്ലൂയിഡ് ആണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CEREBROSPINAL, സ്പൈനൽ ഫ്ലൂയിഡ്, FLUID. മെനിഞ്ചസിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം, അതാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. അതാണ് തലച്ചോറിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകുന്നതും മറ്റുള്ള ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ബ്രെയിനെ സംരക്ഷിക്കുകയും ചെയ്തത് ഈ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. ബ്രെയിനെ, സ്പൈനൽ കോഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇത്ര ഒന്നുകൂടി നമുക്കൊന്ന് പറയാം, എന്നിട്ട് അതിന്റെ പാർട്സിലേക്ക് പോകാം കേട്ടോ. 5 ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആന്തരിക അവയവം. ഏറ്റവും വലുതല്ല, ഏറ്റവും വലുത് രണ്ടാമത്തെയാണ്. ആദ്യത്തെ കരളാണ്, ലിവറാണ്. രണ്ടാമത്തെയാണ് ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആന്തരിക അവയവം. ശരാശരി ഭാരം, ഇത് വീണ്ടും പറയുന്നത് നിങ്ങൾ അതിന്റെ ഒപ്പം ഒന്ന് പോയിന്റ് നോട്ട് ചെയ്യാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പഠിക്കാം. ഒരു പ്രാവശ്യം കേട്ടല്ലോ, നമുക്കപ്പൊ എത്രത്തോളം ഓർമ്മ നിൽക്കും, നമുക്ക് ഓർമ്മയുണ്ട് എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടി ചെയ്യാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആന്തരിക അവയവം. ശരാശരി ഭാരം 1400 ഗ്രാം. മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫ്രിനോളജി. ഇത് മസ്തിഷ്കത്തെ സുരക്ഷിതമായി വെച്ചിരിക്കുന്ന ആ പേടകം, അതിനാണ് കപാലം അല്ലെങ്കിൽ ക്രാനിയം എന്ന് പറയുന്നത്. കപാലത്തിലെ എല്ലുകളുടെ എണ്ണം 8. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ് മസ്തിഷ്കം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആ ഒരു ആവരണം, അതിനാണ് മെനിഞ്ചസ്. മെനിഞ്ചസിന് 3 പാളികളുണ്ട്. ഈ മെനിഞ്ചസിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോ സ്പൈനൽ ദ്രവം. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? പ്രൊട്ടക്ട് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്.
പ്രൊട്ടക്ട് ചെയ്യുക, പിന്നെ തലച്ചോറിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകുന്നതും അതിന്റെ ബാക്കി ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുക. അതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ധർമ്മം ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അതിന്റെ പാർട്സുകൾ നോക്കാം. മസ്തിഷ്കത്തിന് എത്ര ഭാഗം ഉണ്ടെന്നാ? എത്ര ഭാഗങ്ങളുണ്ട്? 5 ഭാഗങ്ങൾ. സെറിബ്രം ഒന്നാമത്തേവാണ് സെറിബ്രം. CEREBRUM സെറിബ്രം. സെറിബ്രം. രണ്ടാമത്തെയാണ് സെറിബെല്ലം. CEREBELLUM സെറിബെല്ലം. മൂന്നാമത്തെ തലാമസ്. THALAMUS മൂന്നാമത്തെ ഭാഗമാണ് തലാമസ്. നാലാമത്തെ പാർട്സ് ഹൈപ്പോതലാമസ്. HYPOTHALAMUS ഹൈപ്പോതലാമസ്. നെക്സ്റ്റ് ലാസ്റ്റ് അഞ്ചാമത്തെ ഭാഗം മെഡുല ഒബ്ലോംഗേറ്റ. മെഡുല ഒബ്ലോംഗേറ്റ. MEDULA ഒബ്ലോംഗേറ്റ. OBLONGATA. ഏതൊക്കെയാ? സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല ഒബ്ലോംഗേറ്റ. അങ്ങനെ 5 ഭാഗമാണ് ഉള്ളത്. മസ്തിഷ്കത്തിന് 5 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റ് ആണ് സെറിബ്രം. ഫസ്റ്റ് പറഞ്ഞത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ ഭാഗമാണ് നമ്മുടെ മസ്തിഷ്കത്തിലെ ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ബിഗ്ഗസ്റ്റ് ആണ്, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിൻ ഏറ്റവും വലിയ ഭാഗമാണ്. ഏറ്റവും വലിയ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. സെറിബ്രം. ഇനി ഈ സെറിബ്രത്തിന് 2 അർദ്ധഗോളങ്ങളുണ്ട്. ഇടത്തെ അർദ്ധഗോളം, വലത്തെ അർദ്ധഗോളം. 2 ഭാഗമുണ്ട്. ഇടത്തെ അർദ്ധഗോളം, വലത്തെ അർദ്ധഗോളം. ഇടത്തെ അർദ്ധഗോളം വലതുവശത്തെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, വലതുവശത്തെ പ്രവർത്തനങ്ങളും ശരീരത്തിന്റെ വലത് ഭാഗത്തെ വലത്തെ അർദ്ധഗോളം ഇടത് ഭാഗത്തെ പ്രവർത്തനങ്ങളെയാണ് കൺട്രോൾ ചെയ്ത് നിയന്ത്രിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്ത് വലതുവശത്തിന് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഇടത്തെ വശത്തായിരിക്കും പ്രശ്നം വരുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. വലത്തെ 2 അർദ്ധഗോളങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇടത് വശത്തുള്ള അർദ്ധഗോളം വലത് ഭാഗത്തെയും വലത് വശത്തുള്ള അർദ്ധഗോളം ഇടത് ഭാഗത്തിന്റെയും പ്രവർത്തനങ്ങളെയൊക്കെയാണ് നിയന്ത്രിക്കുന്നത്. ഈ 2 അർദ്ധഗോളങ്ങളും ചേരുന്ന ഭാഗത്തിനാണ് കോർപ്പസ് കൊളോസം എന്ന് പറയുന്നത്. ഇടത്തെ അർദ്ധഗോളം, വലത്തെ അർദ്ധഗോളം, ഈ 2 അർദ്ധഗോളങ്ങളും ചേരുന്ന ഭാഗമാണ് കോർപ്പസ് കൊളോസം. CORPUS കൊളോസം. CALLOSUM കോർപ്പസ് കൊളോസം. ഇനിയിപ്പോ നമുക്ക് നമ്മൾ പറഞ്ഞ സെറിബ്രൽ നമ്മുടെ ശരീരത്തിലുള്ള ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം. ഐച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഐച്ഛിക പ്രവർത്തനങ്ങള് ചിന്ത, ബുദ്ധി, ഓർമ്മ, ഓടുന്നത്, നടക്കുന്നത്, ഇഷ്ടത്തിനനുസരിച്ചുള്ളത് അല്ലെ. ഐച്ഛിക പ്രവർത്തനങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതാണ്. ഇപ്പൊ നടക്കണം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം, അങ്ങനെയൊക്കെ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമാണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. ഓക്കെ, നമ്മുടെ കാഴ്ച നമുക്ക് കാണണം. അപ്പൊ നമ്മളിപ്പോ കാണണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് കണ്ണടച്ച് വെക്കാം അല്ലെ. നമ്മുടെ കാഴ്ച, അതുപോലെ കേൾക്കുക. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ കേൾക്കണ്ട അല്ലെ. അപ്പൊ കാഴ്ച, കേൾവി, രുചി, ചിന്ത, ഓർമ്മ, വിവേചനം, സംസാരം, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം കാഴ്ച, കേൾവി. ഇപ്പൊ നമുക്ക് ചോദിക്കാം എക്സാമിന്, കാഴ്ച, കേൾവി, രുചി, ചിന്ത, ഓർമ്മ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? ഇങ്ങനെ നമ്മളത് തറവായിട്ട് തന്നെ നമ്മൾ ഈ 5 എണ്ണം പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ നമുക്ക് ഏതാണ്, സെറിബ്രം ആണോ സെറിബെല്ലം ആണോ, അങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ വരരുത്. നമ്മൾ ഫസ്റ്റ് ഭാഗം സെറിബ്രം ആണ് പഠിക്കുന്നത്. ഐച്ഛിക പ്രവർത്തനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നടത്തുന്ന കാര്യങ്ങൾ അല്ലെ. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം കാഴ്ച, കേൾവി, രുചി, ചിന്ത, ഓർമ്മ, വിവേചനം, സംസാരം എന്നിവയുടെയൊക്കെ കേന്ദ്രമാണ്. പിന്നെ അടുത്തത് ധാരാളം മടക്കുകളും ചുളിവുകളുമുള്ള തലച്ചോറിന്റെ ഭാഗമാണ്. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് വരുന്നത്. സെറിബ്രത്തെ കുറിച്ച് പറയാനുള്ള ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം.
കാഴ്ച, കേൾവി, രുചി, ചിന്ത, ഓർമ്മ, വിവേചനം, സംസാരം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബ്രം. ഓക്കെ, സെറിബ്രം. ഇനി രണ്ടാമത്തെയാണ് സെറിബെല്ലം. സെറിബ്രം കഴിഞ്ഞ് രണ്ടാമത്തെ സെറിബെല്ലം. ഓക്കെ, മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ വലിയ ഭാഗം. ഏറ്റവും വലുത് ഏതാ? സെറിബ്രം. സെറിബ്രം. ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. ഏറ്റവും വലുതാണ് സെറിബ്രം. രണ്ടാമത്തെ, മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ഓക്കെ, രണ്ടാമത്തെ വലിയ ഭാഗം. ഈ സെറിബ്രത്തിന് പിന്നില് കാണപ്പെടുന്ന ഭാഗം, പിന്നില് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ്. ഓക്കെ, സെറിബ്രത്തിന് പിന്നിൽ താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യണം, ലിറ്റിൽ ബ്രെയിൻ, ചെറു മസ്തിഷ്കം എന്നറിയപ്പെടുന്ന ഭാഗം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ, ചെറു മസ്തിഷ്കം എന്നറിയപ്പെടുന്ന ഭാഗം. ഇനി നമ്മള് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കൂലേ? അപ്പൊ അങ്ങനെ മദ്യമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ലഹരി പിടിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലത്തിലാണ് അതിന്റെ ഇത് വരുന്നത്. നമ്മള് കഴിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കാൻ പറ്റില്ല അല്ലെ? നമുക്ക് പിന്നെ എന്തൊക്കെയാ പറയാ ചെയ്യണം എന്നുള്ളതൊന്നും ഒരു ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ മദ്യം ലഹരി പിടിപ്പിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ്. മദ്യപിക്കുമ്പോൾ ലഹരി പിടിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. ഓക്കെ, നമ്മുടെ പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഭാഗം, പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഭാഗമാണ്. നമ്മുടെ ബാലൻസ്, അതാണ് അവർക്ക് ബാലൻസിനെ കിട്ടൂലാത്തത്. നമ്മുടെ ശരീരത്തിന്റെ തുലന നിലയെ നിയന്ത്രിക്കുന്നത്. പ്ലേ എ റോൾ ഓഫ് മോട്ടോർ മൂവ്മെന്റ്സ് റെഗുലേഷൻ ആൻഡ് ബാലൻസ് കൺട്രോൾ. നമ്മുടെ ബാലൻസിനെ നിലനിർത്തുക, ശരീരത്തിന്റെ തുലന നിലയെ നിയന്ത്രിക്കുന്ന ഭാഗം. അപ്പൊ നമ്മുടെ എന്താ പറയാ, നമുക്ക് ബാലൻസ് നേരെ നിൽക്കാനായിട്ടുള്ള ഒരു ഇത് വേണമല്ലോ. അങ്ങനെ തുലന നിലയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. നമ്മള് പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി ഞാൻ പറയുകയാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബ്രത്തിനു പിന്നില് താഴെയായി കാണപ്പെടുന്നു. ലിറ്റിൽ ബ്രെയിൻ, ചെറു മസ്തിഷ്കം എന്നറിയപ്പെടുന്ന ഭാഗം. മദ്യപിക്കുമ്പോൾ ലഹരി പിടിക്കുന്ന ഭാഗം, തലച്ചോറിന്റെ ഭാഗം. പിന്നെ അടുത്ത പേശികളുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുന്ന ഭാഗം, ശരീരത്തിന്റെ ബാലൻസ്, തുലന നില നിയന്ത്രിക്കുന്ന ഭാഗം. ഇത്രയും നമ്മള് രണ്ടാമത്തെ ഭാഗമായ സെറിബെല്ലത്തെ കുറിച്ച് പറഞ്ഞു. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെയാണ് തലാമസ്. ഓക്കെ, തലാമസ് സെറിബ്രത്തിന്റെ തൊട്ടു താഴെയായി കാണപ്പെടുന്ന ഭാഗം. സെറിബ്രത്തിന്റെ തൊട്ടു താഴെയായി കാണപ്പെടുന്ന ഭാഗം. ഇതൊക്കെ സെറിബ്രത്തിന്റെ പിന്നില് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം എന്ന് പറഞ്ഞത്. ഇത് സെറിബ്രത്തിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗം. രണ്ടാ ഡിഫറൻസ് ഒന്നും അതിന്റെ പൊസിഷൻ ഒന്ന് നോക്കണം കേട്ടോ. ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറഞ്ഞു. സെറിബ്രത്തിന് പിന്നില് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് സെറിബെല്ലം. ബാക്കില് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. തലാമസ് എങ്ങനെയാ? സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗം. സെറിബ്രത്തിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗം. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം. ഇതാണ് മെയിൻ ഫങ്ഷൻ. തലാമസിന്റെ ഏറ്റവും വലിയ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ഫങ്ഷൻ ഓഫ് തലാമസ് ഈസ് ടു ആക്ട് ആസ് റിലേ സ്റ്റേഷൻ. റിലേ സ്റ്റേഷനായിട്ട് ആക്ട് ചെയ്യുക. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം. അതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. റിലേ സ്റ്റേഷൻ അത്ര എഴുതിയാൽ മതി. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം. നമ്മൾ ഉറങ്ങണ സമയത്ത് ഈ തലാമസ് സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ ഒന്നും കടത്തിവിടുന്നില്ല.
ഉറങ്ങണ സമയത്ത്. ഇപ്പൊ ഉറങ്ങണ സമയത്ത് നല്ല ഉറപ്പാണെങ്കിൽ നമ്മളുടെ എന്താ പറയാ, നമ്മളൊരു അടി അടിച്ചാലൊന്നും നമ്മൾ അറിയില്ല അല്ലേ? അറിയോ? ഉറക്കത്തിൽ അറിയോ? അറിയോ? ഇല്ല. ചില ആളുകൾ അറിയും അല്ലെ, ചില ആളുകൾ പറയില്ല നല്ല ബോധം വിട്ട് ഉറങ്ങില്ല എന്ന്. ചില ആൾക്കാരൊക്കെ നമ്മള് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നേരം വെളുക്കുന്ന അറിയുള്ളൂ, അതിന്റെ ഇടയ്ക്ക് എന്തായാലും ഒന്നും അറിയില്ല. എന്നാൽ ചിലര് ചെറിയൊരു അനക്കം കേട്ടാൽ പോലും, ഇപ്പൊ നമ്മള് ചെറിയൊരു ഒച്ചയൊക്കെ കേട്ടാൽ പെട്ടെന്ന് എണീക്കുന്ന ആളുകളും ഉണ്ട് അല്ലെ. അവര് നമ്മള് നല്ല കോൺഷ്യസ് ആയിട്ട് എന്താ പറയാ, നല്ല ഇതായിട്ട് ഉറപ്പുണ്ടാവില്ല. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, നന്നായിട്ട് ഡീപ്പായിട്ട് ഉറങ്ങും. ഞാനൊക്കെ ആ കൂട്ടത്തിൽ പെടുന്ന കേട്ടോ. ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ചിലരൊക്കെ എന്ന് വെച്ചാൽ നന്നായിട്ട് കടന്നുറങ്ങും. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വിദ്യാസമയങ്ങളില് തലാമസ് സെർബത്തിലേക്ക് ആ ഒരു ആവേഗങ്ങൾ കടത്തിവിടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അപ്പൊ നമ്മള് അടിച്ചാലോ പിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കേട്ടാലോ ഒന്ന് ചെറിയ ശബ്ദമൊക്കെ ആണെങ്കിൽ നമ്മളതൊന്നും കേൾക്കില്ല. ആ ഒരു സംഭവം നിദ്രാസമയങ്ങള് തലാമസ് സെർബത്തിലേക്കുള്ള ആവേഗങ്ങളെ കടത്തിവിടുന്നില്ല. ആന്റിബയോട്ടിക്കുകള്, വേദന സംഹാരികള് എന്നിവയൊക്കെ പ്രവർത്തിക്കുന്ന ഭാഗമാണ്. ഇവിടെ ആരൊക്കെയോ മെസ്സേജ്, സുരഭിയൊക്കെ വേഗം മെസ്സേജ് എഴുതിയിട്ടുണ്ട്. പഠിച്ചു പോയ പോർഷൻസ് ആയിരിക്കും, എങ്കിലും പഠിച്ചവർക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്താനും, നമ്മൾ എത്ര ടൈംസ് എക്സാമിന് മുന്നേ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ പെട്ടെന്ന് ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. അതാണ് പഠിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മൾ തറവായിട്ട് പഠിക്കാം. നിങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോ പഠിച്ചു പോയാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് റിവിഷൻ ഇല്ലേ, ഒന്ന് റിവൈസ് ചെയ്യാറില്ലേ നിങ്ങള്? ജസ്റ്റ് കുറെ നമ്മളെ ടോപ്പിക് കഴിഞ്ഞു പോയി, അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആദ്യം മുതലൊക്കെ ഉള്ളത് ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഒരു പ്രാവശ്യമൊക്കെ പഠിച്ച നമ്മൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർക്കണമെന്നില്ല. അപ്പൊ നമ്മുടെ രണ്ടാമത് നമ്മൾ എന്താ പറയാ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ചില പോയിന്റ്സ് കിട്ടില്ല. അപ്പൊ ആ പോയിന്റ്സുകൾ നമ്മൾ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇപ്പൊ നമ്മളിപ്പോ തലാമസിന്റെ പഠിക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ 5 പോയിന്റ്സ് പഠിച്ചില്ലെങ്കിൽ 5 പോയിന്റ്സ് നമുക്ക് ഓർത്തെടുക്കാൻ ശ്രമിക്കണം. അപ്പൊ അതാണ് ഓരോ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കുക. എസ്സേ പോലെ നീട്ടി പിടിച്ചൊന്നും പഠിക്കണ്ട. നമുക്ക് നിങ്ങൾ ഓരോന്ന് ഷോർട്ട് ചെയ്ത് തന്നെ നമ്മൾ പറയില്ലേ, ഒരു ചെറിയൊരു ലെക്ചർ നോട്ട് പോലെ ഒന്ന് ഇടയ്ക്ക് പെട്ടെന്നൊന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വേഗം കിട്ടണം. ഇന്നിപ്പോ ഇത് പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ 5 ഭാഗവും നമ്മൾ പഠിക്കുകയാണെങ്കിൽ 5 ഭാഗവും നമ്മൾ ഇന്ന് തന്നെ തറവാക്കി വെക്കുക. പിന്നെ നമ്മളൊരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി നമ്മുടെ ആ ഷോർട്ട് നോട്ട് മതിയാവും പിന്നെ നമുക്കത് ഓർമ്മപ്പെടുത്താനായിട്ട്. അതുകൊണ്ട് ചെറിയ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ഷോർട്ട് ചെയ്ത് വേഗം നോക്കിയാൽ കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് റിലേ സ്റ്റേഷൻ. അത്ര എഴുതിയാൽ മതി. ഇപ്പൊ നമുക്കറിയാം തലാമസ് പഠിക്കുമ്പോൾ തന്നെ അറിയാം റിലേ സ്റ്റേഷൻ. പിന്നെ നിദ്രാസമയങ്ങളില് തലാമസ് സെർബത്തിലേക്കുള്ള ആവേഗങ്ങളെ കടത്തിവിടുന്നില്ല. ഇവിടെ ആന്റിബയോട്ടിക്കുകള്, വേദന സംഹാരികള് എന്നിവയൊക്കെ ബാധിക്കുന്ന സ്ഥലം. പിന്നെ അതുപോലെ തന്നെ ആസ്പിരിൻ കേട്ടിട്ടുണ്ടോ? ASPIRIN, ആസ്പിരിൻ, മോർഫിൻ തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങള് ബാധിക്കുന്നത് തലാമസിനെയാണ്. ആസ്പിരിൻ, മോർഫിൻ തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങള് ലഹരികളൊക്കെ ബാധിക്കുന്നത് തലാമസിനെയാണ്. ആസ്പിരിനെ വണ്ടർ ഡ്രഗ്സ് എന്നറിയപ്പെടുന്നു. ഇത് നോട്ട് ചെയ്തോ? ആസ്പിരിൻ അത്ഭുത മരുന്ന്, വണ്ടർ ഡ്രഗ്സ് എന്നറിയപ്പെടുന്നത് ആസ്പിരിൻ ആണ്. ASPIRIN, ആസ്പിരിനെ അത്ഭുത മരുന്ന്, വണ്ടർ ഡ്രഗ്സ് എന്നറിയപ്പെടുന്നു. ഇത്രയാണ് തലാമസ്. ഇനി നെക്സ്റ്റ് ഹൈപ്പോതലാമസ് ആണ്. പറയാലോ, ഹൈപ്പോതലാമസ് ഇപ്പൊ എവിടെയായിരിക്കും സ്ഥാനം? ഹൈപ്പോ തലാമസിന് താഴെ, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. തലാമസിന് താഴെ, തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. തലാമസിന് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഇത് എന്താ വെച്ചാൽ ഹൈപ്പോതലാമസ് ഒരു കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ എൻഡോക്രൈൻ ഗ്ലാൻഡ്, അന്തർസ്രാവി ഗ്രന്ഥിയാണ്. ഇത് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹൈപ്പോതലാമസ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അത് നേരിട്ട് രക്തത്തിലേക്ക്, ബ്ലഡിലേക്ക് കലർത്തുകയും ചെയ്യുന്നു. ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക ഇതാണ് ഹൈപ്പോതലാമസ്. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും നേരിട്ട് രക്തത്തിലേക്ക് കലർത്തുകയും ചെയ്യുന്നു.
പിന്നെ അതുകൂടാതെ നമുക്ക് ദാഹം, നമുക്ക് ഇപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും, നമുക്ക് ദാഹം തോന്നുന്നത്. പിന്നെ അതുപോലെ വിശപ്പ് അല്ലെ, രാവിലെ ഭക്ഷണം കഴിച്ച് 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മള് എല്ലാവർക്കും എന്താ വിശപ്പ് ഓൾറെഡി ആ സമയത്തേക്ക് നമുക്ക് വരും. അപ്പൊ നമുക്ക് അങ്ങനെ വിശപ്പ് തോന്നുക, ദാഹം വരിക, സ്നേഹം, അത് ഒരാളോട് സ്നേഹം തോന്നുക. ചില ആൾക്കാരെ നമുക്ക് എന്താ കണ്ടുകൂടാ, കാണാൻ പറ്റില്ല അല്ലെ, വെറുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ സുഖാനുഭൂതി എന്നിവയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. അപ്പൊ ഹൈപ്പോതലാമസിന്റെ പ്രവർത്തനം ഇതുകൊണ്ടാണ് നമുക്ക് എന്താ പറയാ ഈ വിശക്കണതൊക്കെ, അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ നമുക്ക് വിശപ്പൊന്നുമില്ല അല്ലെ, നമുക്ക് ദാഹം തോന്നുന്നത്, വിശപ്പ് അനുഭവപ്പെടുന്നത്, സ്നേഹം തോന്നുന്നത്, അതുപോലെ വെറുപ്പ് തോന്നുന്നത്, സുഖാനുഭൂതി എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗം ആണ് ഹൈപ്പോതലാമസ്. ഇനി നമ്മൾ നോട്ട് ചെയ്ത് തന്നെ വെക്കണം, ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളുണ്ട്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോണുകൾ ഓക്സിറ്റോസിൻ, OXYTOCIN, ഓക്സിറ്റോസിൻ. രണ്ടാമത്തെ വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഓക്കെ, അപ്പൊ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ ഏതൊക്കെയാ? വാസോപ്രസിനും ഓക്സിറ്റോസിനും. ഓക്കെ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ 2 ഹോർമോണുകളാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഈ വാസോപ്രസിനെ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ, മൂത്രവിരുദ്ധ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. വാസോപ്രസിനെ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ, ADH ഷോർട്ട് ചെയ്ത് പറയാം, ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ വാസോപ്രസിൻ. ഈ ഹോർമോണുകള് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ എന്ന് പറഞ്ഞു. ഈ വാസോപ്രസിൻ രക്തത്തിലൂടെ നമ്മുടെ വൃക്കയിലേക്ക് ചെല്ലുകയും എത്തുകയും വൃക്കയ്ക്ക് ഒരു എന്താ പറയാ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ഒരു നിർദ്ദേശം കൊടുക്കുക. എന്ന് വെച്ചാൽ ഇയാളുടെ നമ്മുടെ ബോഡിയിലുള്ള ഈ ജലം മുഴുവനും യൂറിനാക്കി കളയരുത്, കുറച്ച് സ്റ്റോർ ചെയ്യണം, കുറച്ച് ആവശ്യമുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കുന്നത് ഈ വാസോപ്രസിൻ ആണ്, ഈ ഹോർമോണാണ്. അപ്പൊ ഈ ഹോർമോണിന്റെ വാസോപ്രസിൻ എന്ന് പറഞ്ഞ ഹോർമോണ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നമ്മുടെ ബോഡിയിലുള്ള ജലം മുഴുവനും യൂറിനായിട്ട് പോകാത്തത്. കുറേയും നമ്മുടെ ബോഡിയിൽ ആ ജലം നിൽക്കുന്നത് ഈ വാസോപ്രസിൻ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഹോർമോൺ നേരെ രക്തത്തിലൂടെ നമ്മുടെ വൃക്കയിലേക്ക് എത്തുകയും അവിടെ വൃക്കയ്ക്ക് ഒരു നിർദ്ദേശം കൊടുക്കും, എന്താ മൊത്തം ജലവും യൂറിനാക്കി കളയരുത് എന്ന് പറയുന്നു. ഓക്കെ, മൂത്രമാക്കി കളയരുത്. അപ്പൊ ഈ വാസോപ്രസിന്റെ ഉൽപാദനം കുറവുണ്ടെങ്കിൽ കൂടുതൽ ജലം മൂത്രത്തിൽ കൂടെ നഷ്ടപ്പെടാൻ ഇതാവും, കൂടുതൽ ജലാംശം പുറത്തേക്ക് പോകും. ഓക്കെ, വാസോപ്രസിന്റെ കുറവ്. അപ്പൊ വാസോപ്രസിൻ ഹോർമോൺ നല്ലോണം ഉണ്ടെങ്കിൽ നമ്മൾ കുറേയും ജലാംശമൊക്കെ ബോഡി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം, കുറച്ച് ഇതാണ് യൂറിനാക്കി മാറ്റുള്ളൂ. വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ ഉൽപാദനം കുറയുവാണെങ്കിൽ എന്ത് പറ്റും? കുറവുണ്ടെങ്കിൽ ഈ ജലാംശം മൂത്രത്തിലൂടെ കൂടുതൽ ജലാംശം നഷ്ടപ്പെട്ടു പോകും. ആ ഒരു അവസ്ഥയ്ക്കാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. വാസോപ്രസിന്റെ കുറവ് മൂലം കൂടുതൽ ജലാംശം മൂത്രത്തിൽ കൂടെ നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. പിന്നെ ഈ വാസോപ്രസിന്റെ നമ്മൾ ഈ ഹോർമോണ് ഈ ഹൈപ്പോതലാമസിന്റെ പറഞ്ഞത് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം, ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നത്, ടു മാനേജ് അവർ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഓക്കെ, നമ്മുടെ ശരീരത്തില് ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും, ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റില് ഈ ഒരു ഇത് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. തലാമസിന് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗം കേന്ദ്രനാഡീ വ്യവസ്ഥയിലെ അന്തസ്രാവി ഗ്രന്ഥിയാണ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അതായത് ഇത് ഹോർമോണുകൾ, ഹൈപ്പോതലാമസ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നേരിട്ട് ബ്ലഡിലേക്ക് കലർത്തുകയും ചെയ്യുന്നു. ഓക്കെ,
രണ്ട് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഈ വാസോപ്രസിനെ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നു. വാസോപ്രസിനെ ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ, മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിനാണ്. പിന്നെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഹൈപ്പോതലാമസ്, ശരീരത്തിന്റെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ദാഹം, വിശപ്പ്, സ്നേഹം, വെറുപ്പ്, സഹാനുഭൂതി എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന ഭാഗം ഈ വാസോപ്രസിന്റെ കുറവാണ്, ഉൽപാദനം കുറവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് കൂടുതൽ ജലാംശം നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു അവസ്ഥയ്ക്കാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് അഞ്ചാമത്തെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റ നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും ചുവട്ടിലായിട്ട് കാണപ്പെടുന്ന ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. ഇനി അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം. അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് എന്താ പറഞ്ഞേ? എന്താണ്? നമ്മുടെ കൺട്രോളിലല്ലാത്തത്. നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങള് അല്ലെ? നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങള്, ഹൃദയസ്പന്ദനം, ഹാർട്ട് ബീറ്റ്, ശ്വാസോച്ഛ്വാസം, നമ്മുടെ റെസ്പിറേഷൻ, ഇതൊക്കെ നമ്മുടെ കൺട്രോളിലല്ല. രക്തക്കുഴലുകളുടെ സങ്കോചം, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നു. തുമ്മല്, ഇങ്ങനെയുള്ള കാര്യങ്ങള്, ഈ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചല്ലാത്ത കാര്യങ്ങള്. ഇപ്പൊ നമ്മള് ഹൃദയത്തിൽ ഇന്ന് ഹൃദയം ഇടിക്കണ്ട, എനിക്ക് ഇഷ്ടമല്ല, ഇന്ന് ജോലി ഒന്നും എടുക്കണ്ട, അനങ്ങാതിരിക്കാൻ പറഞ്ഞാ നടക്കോ? അല്ലെങ്കിൽ ഇന്ന് ശ്വസിക്കണ്ട എന്ന് പറഞ്ഞാൽ നടക്കോ? ഇല്ല. അതൊന്നും നമ്മുടെ കൺട്രോളിൽ ചെയ്യുന്ന കാര്യമല്ല അല്ലെ? അപ്പൊ അങ്ങനെ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങള്, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം തുമ്മല്. അതുപോലെ തന്നെ നമ്മുടെ ഇതറിഞ്ഞുകൊണ്ടാണ് നമ്മൾ തുമ്മുന്നത്. ഇപ്പൊ തുമ്മൽ നമുക്കറിയോ? ഛർദി, ചുമ, അതൊക്കെ നമ്മുടെ കൺട്രോളിലല്ല. നമുക്ക് എപ്പോഴാ ചുമക്കുക? അത് നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ വെറുതെ ചുമക്കുന്നതല്ലല്ലോ. നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് തുമ്മൽ, ഛർദി, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്നു. തലച്ചോറിനെ സുഷ്മനയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം, സ്പൈനൽ കോഡ്, സുഷ്മനയുമായി ബന്ധിപ്പിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ്. ഇങ്ങനെ 5 ഭാഗങ്ങളാണ് നമ്മുടെ ബ്രെയിനിന്റെ പറഞ്ഞത്. എല്ലാ പോയിന്റ്സ് ഒക്കെ കിട്ടിയോ? പറഞ്ഞ പോയിന്റ്സുകള്. ഇനി ഒരു ചെറിയൊരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തല്ല എങ്കിലും നമ്മളിനിപ്പോ കുറച്ച് സമയമല്ലേ, 2 പോയിന്റ്സുകളും നമ്മള് ഇതുപോലെ തന്നെ നെർവ് സിസ്റ്റം, ന്യൂറോണിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പൊ അതിനകത്ത് ഈ രോഗങ്ങൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു 10 മിനിറ്റ് കഷ്ടയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ രോഗങ്ങളും കൂടി ഒന്ന് നോക്കിയാൽ ആ ഒരു ഏരിയ ഏകദേശം ബ്രെയിനും നെർവ് സിസ്റ്റം ഒക്കെ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ബ്ലഡ് പിന്നെ കമ്പോണൻസ് ഇതൊക്കെയാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ ആ ഒരു ഏരിയ, അത്രയും പോർഷൻസ് നമ്മുടെ കഴിയും. ഇനി നെക്സ്റ്റ് നെർവ് സിസ്റ്റം, നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് 4 പഠിക്കാൻ തന്നേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോക്കിയേ, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നത് ഓരോ ഇതിനകത്തും. ഹാർട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു. ഹോർമോണുകൾ പഠിച്ചു. ഓക്കെ, ഇതും കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന 3-4 ഡിസീസുകളാണ്. ഫസ്റ്റ് വരുന്നതാണ് അൽഷിമേഴ്സ്. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം, നെർവ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഡിസീസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ
മറവി രോഗം. മറവി, മറന്നു പോകുന്നത് അല്ലെ? മറന്നു പോകുന്ന മറവിയാണ് അൽഷിമേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറവി രോഗമാണ്. അതിന്റെ കാരണം, അൽഷിമേഴ്സിന് കാരണം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലയമായിട്ടുള്ള ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. പ്രോട്ടീൻ അവിടെ അടിഞ്ഞുകൂടുക, അതാണ് മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലയമായിട്ടുള്ള ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. അതുപോലെ തന്നെ ന്യൂറോൺസ് നശിച്ചു പോകുന്നു. അതാണ് നമുക്ക് ആ ഒരു ഇത് വരാൻ കാര്യം, അൽഷിമേഴ്സ്. അതിന്റെ സിംറ്റംസ് പറയുകയാണെങ്കിൽ കേവലം ഓർമ്മകൾ പോലെ ഇല്ലാതാവുന്നു. നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ ഫ്രണ്ട്സിനെ, ഇപ്പൊ എന്തെങ്കിലും ചെറിയ കാര്യം അതൊക്കെ നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവും എല്ലാവർക്കും. ചില ഇതൊക്കെ നമ്മളിപ്പോ എന്താ പറയാ, ചിലപ്പോ ഗ്യാസ് ഒക്കെ ആണെങ്കിലും ചിലപ്പോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ച് ചിലപ്പോ നമ്മൾ എന്തെങ്കിലും വേറെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ മിക്കവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പത്തേക്കും മറന്നു പോകും നമ്മളത്. അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മറന്നു. അങ്ങനെയുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും പോലെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, ദിനചര്യകള്, നമ്മുടെ ഡെയിലി റുട്ടീൻ, നമ്മുടെ ദിനചര്യകളൊക്കെ ചെയ്യാൻ കഴിയാത്ത വരിക. എന്താണ് അൽഷിമേഴ്സ് ഡേ എന്നാന്നറിയോ? അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. അതൊന്ന് നോട്ട് ചെയ്തോ. സെപ്റ്റംബർ 21 ആണ് അൽഷിമേഴ്സ് ദിനം. സെപ്റ്റംബർ 21. ഓക്കെ, സെപ്റ്റംബർ 21. അപ്പൊ മറവി എന്നതാണ് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെയാണ് പാർക്കിൻസൺ. തലച്ചോറിലുള്ള പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. തലച്ചോറിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺ. അതിന്റെ കാരണം മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണുകളുടെ നാശം തലച്ചോറില് ഡോപ്പമൈൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. ഡോപ്പമൈൻ്റെ ഉൽപാദനം കുറയുക. ഇത് രണ്ടുമാണ് ഈ പാർക്കിൻസൺ എന്ന് പറഞ്ഞ രോഗത്തിന്റെ കാരണം. ലക്ഷണം: ശരീരത്തിന്റെ ബാലൻസ്, തുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനം, വിറയല്, ശരീരത്തിന് വിറയൽ അനുഭവപ്പെടുക, വായിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമിനീര് ഒക്കെ ഒഴുകുക. ഇതൊക്കെ പാർക്കിൻസൺ രോഗത്തിന്റെ ലക്ഷണമാണ്. ശരീരത്തിന്റെ തുലനനില, ബാലൻസ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അത് വിറയലൊക്കെ വരും. ശരീരത്തിലെ തുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനം ഉണ്ടാവുക, പിന്നെ ശരീരത്തിന് വിറയല്, വായിൽ നിന്ന് ഉമിനീരൊക്കെ ഒഴുകുക. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ഈ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് അപസ്മാരം. എപ്പിലെപ്സി എന്ന് പറയും. EPILEPSY. തലച്ചോറില് ക്രമരഹിതമായിട്ടുള്ള തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അപസ്മാരം. കേട്ടിട്ടില്ല അപസ്മാരം? സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? തലച്ചോറ് കാരണം ഇത് തന്നെയാണ് അതിന്റെ കോസ് പറയുന്നത്. തലച്ചോറിൽ തുടർച്ചയായിട്ടുള്ള ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. അതിന്റെ ലക്ഷണം എന്തൊക്കെയാ? തുടരെയുള്ള പേശി സങ്കോചം. കൈയൊക്കെ ഇങ്ങനെ കിടന്ന് ഷിവറിങ് ചെയ്യൂല്ലേ? പേശി, കൈ മാത്രമല്ല ബോഡി മൊത്തമായിട്ട് പേശി സങ്കോചം മൂലമുണ്ടാകുന്ന സന്നി, വായിൽ നിന്ന്, അതുപോലെ തന്നെ ആ ഒരു സ്റ്റേജ് ഇതായിട്ട് വരുമ്പോഴത്തേക്കും വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വരിക. പിന്നെ അതുപോലെ തന്നെ പല്ലുകൾ ഇങ്ങനെ കടിച്ചു പിടിക്കുക. തുടർന്ന് ലാസ്റ്റ് അതിന്റെ ഒരു ഫൈനൽ എന്നുള്ള ആ രോഗി അൺകോൺഷ്യസ് ആയി പോകും, അബോധാവസ്ഥയിൽ ആയി പോകുന്നു. അതൊക്കെയാണ് ലക്ഷണം. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലായി പോകുക. പിന്നെ ലാസ്റ്റ് ആണ് പേവിഷബാധ. നമുക്ക് എല്ലാവർക്കും അറിയാം റാബിസ്. പേവിഷബാധ, റാബിസ്, RABIS. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് റാബിസ്. നമ്മൾ പറഞ്ഞല്ലോ പേവിഷബാധ ബാധിക്കുന്ന മസ്തിഷ്കത്തെ ഭാഗം. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് അല്ലെ? പട്ടി ഇത് വന്നു കഴിഞ്ഞാൽ ഡോഗൊക്കെ ബൈറ്റ് ചെയ്യുന്ന മൂലം ഉണ്ടാകുന്നതാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമാണ് ഉമിനീര്. ശരിയാ, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. പിന്നെ വൈറസ്, അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് റാബിസ് വൈറസ് ആണ്. വൈറസ് ബാധ തലച്ചോറിന്റെ ആവരണത്തിന് ഒരു വീക്കം ഉണ്ടാകുന്നു. ലക്ഷണങ്ങള് കടിയേറ്റ ഭാഗത്ത്
കടിച്ച ഭാഗത്ത് ചൊറിച്ചില്, മുറിവറ്റ ഭാഗത്ത് വേദന, മരവിപ്പ്, തൊണ്ടവേദന, തലവേദന, ഇതൊക്കെ റാബീസിന്റെ ലക്ഷണങ്ങൾ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സൗണ്ടിന് ആ ഒരു വേരിയേഷൻ വരും. നമ്മള് സൗണ്ട്, ശബ്ദ വ്യത്യാസം, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, പിന്നെ അതുപോലെ കാറ്റിനോട് വെളിച്ചത്തിനോടുമുള്ള ഒരു പേടി, ഇതൊക്കെ അതിന്റെ ലക്ഷണമാണ്. പിന്നെ അതുപോലെ തന്നെ തളർന്ന് കിടക്കുകയും അതുപോലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസ തടസ്സം, ശബ്ദ വ്യത്യാസം, അവസാനം വരെ എന്താ പറയാ മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സർ പിന്നെ ഇതുമായിട്ട് ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 2 സ്റ്റേജുകളാണ്. സെറിബ്രൽ ത്രോംബോസിസ് കേട്ടിട്ടുണ്ടോ? അത് ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. മസ്തിഷ്കത്തിലേക്കുള്ള രക്തം കട്ട പിടിക്കുക. ഓക്കെ, വെരി ഗുഡ്. അതാണ് മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ്. ഇനി ഈ മസ്തിഷ്കത്തിലേക്കുള്ള തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടുന്ന ഒരു അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ്. രക്തക്കുഴലുകള് അല്ല രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ സെറിബ്രൽ ത്രോംബോസിസും, തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ്. ഈ സെറിബ്രൽ ത്രോംബോസിസും ഈ സെറിബ്രൽ ഹെമറേജും പക്ഷാഘാതത്തിനുള്ള പാരാലൈസിസിനുള്ള കാരണങ്ങളാണ്. സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും. നമ്മൾ എടുത്ത ഒരു ഏരിയ ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് പോർഷൻസ് ഒക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കിപ്പോയത്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഇത്രയും കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഏകദേശമൊക്കെ ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് എന്ത് ഇരുന്ന് പഠിക്കുക, പഠിച്ച പോർഷൻസ് ഒക്കെ. ഇനിയിപ്പോ അടുത്ത എക്സാം വരുന്നുണ്ടല്ലോ നിങ്ങക്ക്, അല്ലേ? LDCയുടെ വരുന്നില്ലേ? അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ഒന്ന് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും ഒക്കെ നമ്മൾ വീണ്ടും ഒക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നോക്കുക. അതിനു മുമ്പേ ഉണ്ട് മാഡം, അതിനു മുമ്പേ ഒരു എക്സാം ഉണ്ട്, ഡിഗ്രി ലെവൽ എക്സാം. ഡിഗ്രി ലെവൽ എക്സാം വരുന്നുണ്ട് അല്ലേ? ഈ മാസം എന്തോ ഉണ്ടല്ലേ? ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ജോലി, അതല്ല നമ്മുടെ സ്വപ്നം, എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. എന്നാ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ, താങ്ക് യു. Thank you, miss. Thank you, miss.